ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ഈ ലിവിങ് വേൾഡിനകത്ത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. നോക്കൂ, അവിടെ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. പ്ലാന്റ്സിന് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അതേപോലെ ആനിമൽസ് ഉണ്ട്. ആനിമൽസിന് എടുത്താലോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമൽസ് ഉണ്ട്. അതേപോലെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവരും പല തരത്തിലാണ്. ഇവരുടെ എല്ലാം സൈസ്, ഷേപ്പ്, ഫുഡ് ഹാബിറ്റ്, റീപ്രൊഡക്ഷൻ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ടുള്ള എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഡിഫറൻസുകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഡിഫറൻസുകളുടെയും സിമിലാരിറ്റികളുടെയും അടിസ്ഥാനത്തിൽ ഈ ലിവിങ് ഓർഗാനിസത്തെ നമ്മൾ എന്തായി ഡിവൈഡ് ചെയ്യുന്നു? പല പല ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ഈസിലി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അവരെക്കുറിച്ചുള്ള സ്റ്റഡി കൂടുതൽ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കുന്നത്, അതല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ. ഈ കാര്യം നമ്മൾ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ക്ലാസിഫിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ലെവലുകൾ അല്ലേ, അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ലെവലുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറേ കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മൾ ചാപ്റ്ററിനകത്തേക്ക് കിടക്കുന്നു. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ. ഞാൻ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലിവിങ് ഓർഗാനിസത്തെ കുറിച്ചുള്ള സ്റ്റഡിയെ കൂടുതൽ ഈസി ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അല്ലേ. സോ ക്ലാസിഫിക്കേഷൻ ഈ ലാർജ് നമ്പർ ഓഫ് ലിവിങ് ഓർഗാനിസത്തെ കുറിച്ചുള്ള സ്റ്റഡി എന്താക്കി മാറ്റുന്നു? കൂടുതൽ ഈസി ആക്കി മാറ്റുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, മില്യൺസ് ഓഫ് സ്പീഷീസുകളുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ അല്ലേ. എർത്ത് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്ലാനറ്റിനകത്ത് മില്യൺസ് ഓഫ് സ്പീഷീസുകളുണ്ട്. ഈ സ്പീഷീസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ്? വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലേ. വളരെയധികം വ്യത്യസ്തതകൾ ഇവർക്കിടയിലുണ്ട്. അതേപോലെ തന്നെ സിമിലാരിറ്റികളുണ്ട്. ഈ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾക്ക് കുറെ കൂടി കൃത്യമായ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട് അല്ലേ. അടുത്ത കാര്യം എന്താണ്? അടുത്ത കാര്യം, ഈ ലിവിങ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലുള്ള, ജീനസുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഫാമിലികൾ തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ടാക്സോണമി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എവല്യൂഷനെ കുറിച്ചും ടാക്സോണമി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഐഡിയ തരുന്നുണ്ട് അല്ലേ. എവല്യൂഷന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ടാക്സോണമിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടാവുന്നത് എവല്യൂഷന്റെ ബേസിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എവല്യൂഷനെ കുറിച്ചും ടാക്സോണമി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൃത്യമായ ഐഡിയ തരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ മറ്റൊരു ഗ്രൂപ്പ് എന്താണ്? ആരൊക്കെ കുറിച്ചാണ് നമുക്കിപ്പോൾ അറിയാവുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആളെ കാണുമ്പോൾ ഇവർ നമ്മളൊക്കെ അറിയാവുന്ന ഒരാളല്ല, ഇത് പുതിയൊരാളാണ് എന്ന് മനസ്സിലാക്കാൻ അല്ലേ, നമ്മളൊരു പുതിയ തരത്തിലുള്ള ജീവിയെ കാണുന്നു. അപ്പോൾ ആ ജീവിയെക്കുറിച്ച് ഇതുവരെ നമുക്ക് അറിയില്ലായിരുന്നു. ഇതൊരു പുതിയ തരം ജീവിയാണ്, ഇത് പുതുതായി കണ്ടുപിടിക്കപ്പെട്ട ഒരു ജീവിയാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടാക്സോണമി നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ പക്ഷേ പത്രത്തിലൊക്കെ കാണുന്നുണ്ടാവും അല്ലേ, പുതിയ തരം തവളയെ കണ്ടെത്തി, അങ്ങനെ കാണാറില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ചിത്രശലഭത്തെ കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്ത്, അറേഞ്ച് ചെയ്ത്, അവരെ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. അങ്ങനെ വെക്കുമ്പോഴാണ് ഒരു പുതിയ ഗ്രൂപ്പാണ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ. ഇനി ടാക്സോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആൾ ആരാണ്? ടാക്സോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആള് കാൾ ലിനേയസ് ആണ് അല്ലേ. കാൾ ലിനേയസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ലിനേയസ് ആണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആള്. പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ലിനേയസിന്റെ സിസ്റ്റം അല്ല കേട്ടോ. ആദ്യമായിട്ട് പക്ഷേ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുടെ പേരെന്താണ്? കാൾ ലിനേയസ് എന്നാണ് അല്ലേ. ലിനേയസിന്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? അത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നാണ് ലിനേയസിന്റെ ക്ലാസിഫിക്കേഷന്റെ പേര്. സോ ലിനേയസിന്റെ ക്ലാസിഫിക്കേഷന്റെ പേരെന്താണ്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ലിനേയസ് മെയിൻ ആയിട്ടും ഈ ടോട്ടൽ ലിവിങ് ഓർഗാനിസത്തെ ടോട്ടൽ ലിവിങ് വേൾഡിനെ 2 കിങ്ഡങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. 2 കിങ്ഡങ്ങൾ. ഒന്നാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം പ്ലാന്റ്.
അല്ലെ? ഒന്നാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം പ്ലാന്റ്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് ലിവിങ് വേൾഡിനകത്ത് പഠിച്ച കാര്യം എന്താണ്? നമ്മുടെ ടാക്സോണമിക്കൽ ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാരാണ്? കിങ്ഡം ആണ്, അല്ലെ? ടോട്ടൽ ലിവിങ് വേൾഡിനെ നമ്മൾ കിങ്ഡങ്ങളായാണ് ഡിവൈഡ് ചെയ്യുന്നത്. കിങ്ഡത്തെ വീണ്ടും നമ്മൾ ഫൈലങ്ങളായിട്ടും, ഫൈലങ്ങളെ ക്ലാസ്സുകളായിട്ടും, ക്ലാസ് ഓർഡർ ആയിട്ടും, ഓർഡറിനെ ഫാമിലി ആയിട്ടും, ഫാമിലിയെ പിന്നെ ജീനസ് ആയിട്ടും, ജീനസിനെ സ്പീഷീസ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ടോട്ടൽ ലിവിങ് ഓർഗാനിസത്തെ നമ്മൾ ഏറ്റവും ആദ്യം ഡിവൈഡ് ചെയ്യുന്നത് കിങ്ഡങ്ങളായിട്ടാണ്, അല്ലെ? അപ്പോൾ ലിനേയസിന്റെ ക്ലാസിഫിക്കേഷനിൽ ടോട്ടൽ ലിവിങ് വേൾഡ് എത്ര കിങ്ഡങ്ങളായി ഡിവൈഡ് ചെയ്തു? 2 കിങ്ഡങ്ങൾ. ഒന്നാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം പ്ലാന്റയാണ്. രണ്ടാമത്തെ കിങ്ഡം ആനിമേലിയയാണ്, അല്ലെ? കിങ്ഡം പ്ലാന്റെയും കിങ്ഡം ആനിമേലിയയും, അല്ലെ? അപ്പൊ നോക്കൂ, 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ലിവിങ് ഓർഗാനിസം ആയിട്ട് 2 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത്? ലിനേയസ് പറയുന്നത്. സോ കിങ്ഡം പ്ലാന്റയ്ക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലിനേയസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ബാക്ടീരിയകൾ, എസ്പെഷ്യലി എന്താണ്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ, അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ്, പിന്നെ ഫംഗസുകൾ, അല്ലെ? നോർമലി ഫംഗസുകൾ എന്തല്ല? ഫോട്ടോസിന്തറ്റിക് അല്ല. പക്ഷേ ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിലും നോൺ ഫോട്ടോസിന്തറ്റിക് ആണെങ്കിലും ലിനേയസിന്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഫംഗസുകളും എവിടെ വരുന്നു? പ്ലാന്റിനകത്ത് വരുന്നു, അല്ലെ? അപ്പോൾ ബാക്ടീരിയകള്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ, അതേപോലെ ഫംഗസുകൾ, ഇവരെല്ലാം നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫംഗസുകൾ, ഇവരെല്ലാം ലിനേയസിന്റെ സിസ്റ്റം അനുസരിച്ച് എവിടെയാണ്? കിങ്ഡം പ്ലാന്റേക്കകത്താണ്. ഇനി കിങ്ഡം ആനിമേലിയയ്ക്ക് വന്നു കഴിഞ്ഞാലോ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോട്ടോസോവൻസ്, ഫോർ എക്സാമ്പിൾ അമീബ, പാരമീസിയം ഒക്കെ പോലെയുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോട്ടോസോവൻസ്, അതേപോലെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആനിമൽസ്, അല്ലെ? മെറ്റാസോവൻസ് എന്നാണ് പറയാം. പ്രോട്ടോസോവൻസും മെറ്റാസോവൻസും. അപ്പം ഈ 2 പേരുടെയും പ്രത്യേകത എന്താണ്? ഇവർ 2 പേരും അതേപോലെ ഹെറ്ററോട്രോഫിക് ആണ് എന്നുള്ളതാണ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ദേ ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസം ഫോർ ഫുഡ് പ്രിപ്പറേഷൻ, അല്ലെ? അല്ലെങ്കിൽ ഫോർ ഗെറ്റിംഗ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മറ്റു ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്തരം ആൾക്കാരാണ്, അത്തരത്തിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? പ്രോട്ടോസോവൻസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ മൾട്ടി സെല്ലുലാർ, അപ്പം നമ്മളൊക്കെ മൾട്ടി സെല്ലുലാർ ആണ്, അല്ലേ? അപ്പം അത്തരത്തിലുള്ള ആനിമൽസിനെയാണ് നമ്മൾ മെറ്റാസോവൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം ആനിമേലി എന്നും 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തു? ലിനേയസ് ക്ലാസിഫൈ ചെയ്തു. ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലേ? പക്ഷേ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലേ? ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഇപ്പോൾ ഉള്ള അറിവ് വെച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത്ര കറക്റ്റ് അല്ല, അല്ലേ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്? അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് യുഗ്ലീന, അല്ലേ? നോക്കൂ, യുഗ്ലീന എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ്, അല്ലേ? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. കൃത്യമായി പറഞ്ഞാൽ യൂണിസെല്ലുലാർ യൂക്യാരിയോട്ട് ആണ്, അല്ലേ? യൂണിസെല്ലുലാർ യൂക്യാരിയോട്ട് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ആര്? യുഗ്ലീന എന്ന് പറയുന്നത്. അപ്പോൾ ആ യുഗ്ലീനയും അതേപോലെ തന്നെ സ്പോഞ്ചസ്, അല്ലേ? ഈ സ്പോഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ പഠിക്കും. ഫൈലം പോറിഫറ, കിങ്ഡം ആനിമേലിയക്കകത്ത് വരുന്ന ഫൈലം പോറിഫറയിൽ വരുന്ന ആൾക്കാരാണ് ആര്? സ്പോഞ്ചസ് എന്ന് പറയുന്നത്. ഇവർക്കെല്ലാം എന്തുണ്ട്? പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ക്യാരക്ടർ ഉണ്ട്, അല്ലേ? ഇപ്പോൾ യുഗ്ലീന എന്ത് ചെയ്യാറുണ്ട്? ഫോട്ടോസിന്തറ്റിക്കും ആണ്, എന്നാൽ അതേസമയം യുഗ്ലീൻ എന്ത് ചെയ്യാറുണ്ട്? ഹെട്രോട്രോഫിക്കും ആണ്, അല്ലേ? അപ്പം ഈ 2 ക്യാരക്ടേഴ്സും കാണിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഈ പറഞ്ഞ യുഗ്ലീനയും അതേപോലെ തന്നെ സ്പോഞ്ചസും ഒക്കെ. അപ്പം അത്തരം ആളുകളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൃത്യമായ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പ്രശ്നമുണ്ട്, അല്ലേ? പിന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഫംഗസിനെ, അല്ലേ? ഫംഗസിനെ എവിടെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? പ്ലാന്റയിലാണ്, അല്ലേ? അപ്പോൾ കിങ്ഡം പ്ലാന്റയ്ക്കകത്താണ് ഫംഗസ് വന്നിരിക്കുന്നത്. പക്ഷേ ഫംഗസിന് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. ഫംഗസിന് ക്ലോറോഫിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെ കൂടെ ഫംഗസിനെ ചേർക്കുന്നതിൽ ഒരു ശരിയല്ലാത്ത ഒരു കാര്യമുണ്ട്, അല്ലേ? അതേപോലെ തന്നെ ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, അപ്പം ഇവരെയൊക്കെ തന്നെ എവിടെയാണ് ചേർത്തിരിക്കുന്നത്? പ്ലാന്റ്സിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. അതും എന്താ പറയുക, ഒരു ലിമിറ്റേഷനാണ്. ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാക്ടീരിയനെയും സയനോ ബാക്ടീരിയനെയും ഒക്കെ എവിടെ ചേർത്തിരിക്കുന്നു? പ്ലാന്റിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നു എന്നുള്ളത് ഒരു ലിമിറ്റേഷനാണ്. ഇനി ഏറ്റവും അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഈ സിസ്റ്റത്തിനകത്ത് പ്രോക്യാരിയോട്സ് അതേപോലെ തന്നെ യൂക്യാരിയോട്സ്, അല്ലേ?
പ്രോകാരിയോട്സ് അതേപോലെ തന്നെ യൂകാരിയോട്സ് എന്നൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണകളൊന്നുമില്ല അല്ലേ? അല്ലെങ്കിൽ പ്രോകാരിയോട്സും യൂകാരിയോട്സും എന്ന് രണ്ട് ടൈപ്പ് ഓഫ് ആളുകളുണ്ട് എന്നൊരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ഈ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നേയില്ല അല്ലേ? പ്രോകാരിയോട്സും യൂകാരിയോട്സും എന്നാൽ നിങ്ങൾക്ക് അറിയാലോ. പ്രോകാരിയോട്സും യൂകാരിയോട്സും നോക്കൂ, ഒരു സെല്ല് അല്ലേ, ഒരു സിംഗിൾ സെല്ല്. ഓക്കെ, ആ സെല്ലിനകത്ത് എന്തുണ്ടാവും? ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും അല്ലെ? ഒരു DNA RNA ഒക്കെ പോലുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. ഈ ജനറ്റിക് മെറ്റീരിയലിനെ, മെയിൻലി DNA തന്നെയാണ്, ചില വൈറസുകളിൽ മാത്രമാണ് RNA കാണുന്നത്. അപ്പം ഈ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ഈ ഫ്ലൂയിഡിനകത്ത് ഈ ജനറ്റിക് മെറ്റീരിയൽ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അല്ലെ, ഇതൊരു നേക്കഡ് ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഫ്രീലി സീൻ ഇൻ ദ സൈറ്റോപ്ലാസം എന്നാണെങ്കിൽ, അത്തരത്തിലുള്ള സെല്ലുകൾ നമുക്ക് എന്ത് വിളിക്കാം? പ്രോകാരിയോട്സ് എന്ന് വിളിക്കാം അല്ലെ? എന്ത് വിളിക്കാം? പ്രോകാരിയോട്സ് എന്ന് വിളിക്കാം അല്ലെ? എന്നാൽ യൂകാരിയോട്സോ ഇതേപോലെ ഒരു സെല്ലാണ്. ആ സെല്ലിനകത്ത് എന്തുണ്ട്? ആ സെല്ലിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, DNA ഉണ്ട്. ആ ജനറ്റിക് മെറ്റീരിയലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ, അതായത് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അല്ലെ? അപ്പൊ ഈ ടോട്ടൽ സ്ട്രക്ചറിനാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ് എവിടെ? നമ്മൾ പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെല്ലിനകത്ത് അല്ലെ? പക്ഷെ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സെല്ലിനകത്തോ ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. പക്ഷെ ജനറ്റിക് മെറ്റീരിയൽ രണ്ട് സ്ഥലത്തും ഉണ്ട്, പക്ഷേ ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ് പ്രോകാരിയോട്സിൽ. എന്നാൽ ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ് എവിടെ? യൂകാരിയോട്സിൽ അല്ലെ? യൂകാരിയോട്സിൽ. അത് മാത്രമല്ല, ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറയുന്ന പോലത്തെ ഡിഫറെന്റ് സെൽ ഓർഗനൽസ് ഉണ്ടല്ലോ അല്ലെ? അങ്ങനെയുള്ള സെൽ ഓർഗനൽസ് ഒന്നും എവിടെ കാണാൻ പറ്റില്ല? പ്രോകാരിയോട്സിൽ കാണാൻ പറ്റില്ല അല്ലെ? പ്രോകാരിയോട്സിൽ ആകെ കാണുന്നത് റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ മാത്രമാണ്. അതൊരു മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽ അല്ല. ഓക്കെ, റൈബോസോം ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽ അല്ല. പക്ഷേ മൈറ്റോകോൺട്രിയ പോലുള്ള, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലുള്ള, വാക്യൂൾസ് പോലുള്ള, ലൈസോസോം പോലെയുള്ള ഡിഫറെന്റ് സെൽ ഓർഗനൽസ് ഒന്നും എവിടെ ഉണ്ടാവില്ല? പ്രോകാരിയോട്സിൽ ഉണ്ടാവില്ല അല്ലെ? അപ്പോൾ ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസും ആബ്സെന്റ് ആയിരിക്കും പ്രോകാരിയോട്സിനകത്ത്. എന്നാൽ ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസും പ്രസന്റ് ആയിരിക്കും എവിടെ? യൂകാരിയോട്സിനകത്ത് അല്ലെ? ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് അല്ലെ? ഈ രണ്ട് പ്രോകാരിയോട്സും യൂകാരിയോട്സും എന്നുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഇപ്പൊ ഈ ബാക്ടീരിയകളൊക്കെ എവിടെയാണ്? പ്രോകാരിയോട്സിലാണ് അല്ലെ? ബാക്ടീരിയകളൊക്കെ എവിടെയാണ്? പ്രോകാരിയോട്സിലാണ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ അമീബ, യുഗ്ലീന ഒക്കെ പോലെയുള്ള ആൾക്കാർ എവിടെയാണ്? യൂകാരിയോട്സിലാണ്. യുഗ്ലീനൊക്കെ യൂകാരിയോട്ടാണ്, അമീബ യൂകാരിയോട്ടാണ്, പാരമീസിയം യൂകാരിയോട്ടാണ്, നമ്മളും യൂകാരിയോട്ടാണ്. നമ്മുടെ സെല്ലിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസ് ഉണ്ട് അല്ലെ? പക്ഷേ ബാക്ടീരിയയ്ക്ക് അതില്ല. പ്ലാന്റ്സ് എന്താണ്? യൂകാരിയോട്ടാണ്. പ്ലാന്റ്സ് യൂകാരിയോട്ടാണ്. പക്ഷെ അതേ പ്ലാന്റ്സിന്റെ കൂടെ തന്നെ ആരെയും ചേർത്തിരിക്കുന്നു? ബാക്ടീരിയനെയും ചേർത്തിരിക്കുന്നു അല്ലെ? അപ്പോൾ ഈ കൃത്യമായ പ്രോകാരിയോട്ട് യൂകാരിയോട്ട് എന്ന് പറയുന്ന ഡിഫറൻസിയേഷൻ എവിടെ പറയുന്നില്ല? ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനകത്ത്, ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനകത്ത് പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അല്ലെ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട്, ഏതൊക്കെ ലിമിറ്റേഷൻസാ? നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള ബാക്ടീരിയയുടെ കൂടെ പ്ലാന്റ്സിനെ ചേർത്തിരിക്കുന്നു അല്ലെ? അതുപോലെ യൂഗ്ലീൻ എന്ന് പറയുന്നത് ആനിമലിന്റെയും പ്ലാന്റിന്റെയും ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. അതേപോലെ ഫംഗസിനെയും പ്ലാന്റിനെയും ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോകാരിയോട്ട് യൂകാരിയോട്ട് എന്ന ഡിഫറൻസിയേഷൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന ലിനേയസിന്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾക്ക് ഒരു സയന്റിഫിക് ആയിട്ട് മുമ്പോട്ടുള്ള സ്റ്റഡിയിൽ യൂസ് ചെയ്യാൻ പറ്റാതായി അല്ലെ? അങ്ങനെ ഈ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു പുതിയ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് ആവശ്യമായി വന്നു. ആ ക്ലാസിഫിക്കേഷന്റെ പേരാണെന്ത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താ ക്ലാസിഫിക്കേഷന്റെ പേര്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ.